ഹേ ഗായ്സ്, എല്ലാവർക്കും മല്ലു ഫ്രണ്ട്സിന്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മൾ ലാസ്റ്റ് അപ്ലോഡ് ചെയ്ത വീഡിയോ ഏകദേശം 7000-ലധികം ആൾക്കാർ കണ്ടു. അതുപോലെ തന്നെ 200ഓളം കമന്റുകളും വന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ ഇതുവരെ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് പോയി കാണുക. ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ട് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ആ വീഡിയോ കണ്ടു കഴിഞ്ഞിട്ട് എനിക്കൊരാൾ ഇൻസ്റ്റഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞൊരു കാര്യം എനിക്ക് നിങ്ങളിലേക്ക് കൂടെ എത്തിക്കണമെന്ന് തോന്നി. അതുകൊണ്ടാണ് ഇതുപോലൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ഒന്ന് പോയി കാണാൻ വേണ്ടി നോക്കുക. നമ്മുടെ നാട്ടിൽ ജർമ്മൻ ലാംഗ്വേജ് പഠിച്ച് ഇത്രയും കഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടെന്ന് ഇപ്പോഴാണ് കേട്ടോ മനസ്സിലായത്. കാരണം ഇതുപോലൊരു വീഡിയോ ചെയ്ത് കഴിഞ്ഞിട്ടാണ് നിങ്ങളുടെ റെസ്പോൺസും അതുപോലെ ഇത്രയും കമൻസ് കണ്ടപ്പോഴാണ് മനസ്സിലായത്. ഓരോരുത്തർക്കും പല പല പ്രശ്നങ്ങളാണ് ലാംഗ്വേജിൽ നേരിടുന്നത്. ചിലവർക്ക് എക്സാം ഡേറ്റ് കിട്ടാനുള്ള ബുദ്ധിമുട്ടാണെങ്കിൽ ചിലവർക്ക് അത് പൈസയുടെ കേസിലായിരിക്കും. അതുപോലെ തന്നെ ചിലവർക്ക് ഡേറ്റ് കിട്ടുന്നുണ്ട്, എക്സാം എഴുതുന്നു, അവർക്കാണ് എക്സാം പാസ്സാവാൻ പറ്റുന്നില്ല. അങ്ങനെ അങ്ങനെ പല പല ഇഷ്യൂസുള്ള ഒരുപാട് പേരെ നമുക്ക് ഈ വീഡിയോയുടെ താഴെ കാണാൻ വേണ്ടി പറ്റി. പിന്നെ ചിലവരൊക്കെ അവിടെ കമന്റ് സെക്ഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ രീതിയിൽ വഴക്കൊക്കെ ഉണ്ടാക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. കുറെ പേർക്ക് അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുന്ന സമയത്ത് മറ്റുള്ളവർക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റണമെന്നില്ല. കാരണം അവർക്കുണ്ടായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വേറെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന കാര്യം അവരിലേക്ക് കറക്റ്റായിട്ട് എത്തണമെന്നില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഒരു പ്രശ്നം വരുന്നത് എന്ന് പറഞ്ഞ് നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്യേണ്ടതല്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് നിങ്ങൾക്ക് അത് കമന്റ് ചെയ്യാം. ബാക്കിയുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് അത് അവർക്ക് കമന്റ് ചെയ്യാം എന്ന് പറഞ്ഞ് കമന്റ് സെക്ഷനിൽ നിങ്ങൾ കിടന്ന് അടി കൂടിയോണ്ട് ഒരു കാര്യമില്ല. അതുകൂടെ നിങ്ങളൊന്ന് ഓർത്തിരിക്കുക കേട്ടോ. വെറുതെ കഥകൾ പറഞ്ഞ് സമയം കളയുന്നില്ല. ഇന്നത്തെ വീഡിയോ എന്തിനെ കുറിച്ചിട്ടാണെന്ന് പറയാം. ഇതുപോലെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് കഴിഞ്ഞ ദിവസം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ച ആൾ ചോദിച്ചൊരു കാര്യമായിരുന്നു, അല്ലെ പറഞ്ഞൊരു കാര്യമായിരുന്നു. ബ്രോ, എനിക്ക് ലാംഗ്വേജ് പഠിക്കാൻ വേണ്ടിയുള്ള താല്പര്യമുണ്ട്. അപ്പം +2 കഴിഞ്ഞിട്ട് നിൽക്കുന്ന ആളാണ്. ജർമ്മൻ ലാംഗ്വേജ് ഏതെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് പഠിക്കണമെന്ന് പറഞ്ഞിട്ടായിരുന്നു ഇങ്ങനെ മെസ്സേജ് അയച്ചിരുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം അതിൻ്റെ താഴെ വന്ന് കമൻറ്റുകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ ആളൊരു തീരുമാനമെടുത്തു, എന്താണ് ലാംഗ്വേജ് പഠിക്കാൻ പോകുന്നില്ല. കാരണം പഠിച്ചാൽ കിട്ടില്ല എന്നുള്ളൊരു തോന്നൽ, അല്ലെങ്കിൽ നമ്മളെല്ലാവരും ആ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞ ആൾക്കാർ പറയുന്നത് കേട്ടിട്ട് ആൾക്കുണ്ടായ ഒരു ഫീൽ, അതായത് ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ആഗ്രഹം ആളങ്ങ് കളഞ്ഞു കേട്ടോ. നാട്ടിൽ വേറെ എന്തെങ്കിലും കോഴ്സ് നോക്കുക എന്നാണ് പറഞ്ഞത്. വെറുതെ കുറച്ച് കാലം ലാംഗ്വേജിന് വേണ്ടി കളഞ്ഞ് ഈ ഡേറ്റ് കിട്ടാതെ അഥവാ അല്ലെങ്കിൽ എക്സാം എഴുതി കിട്ടാതെ അതിന് ബുദ്ധിമുട്ടാൻ താല്പര്യമില്ല. അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞാണ് എനിക്ക് മെസ്സേജ് അയച്ചത്. അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ ചോദിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ ഇൻസ്റ്റഗ്രാമിൽ എന്നെ കോൺടാക്ട് ചെയ്തത്. ഞാൻ ഇത്രയാണ് ആൾക്ക് പറഞ്ഞു കൊടുത്ത്, ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം, ജർമ്മനിയിൽ വരണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്താണ് പോവുക, അല്ലാതെ നമ്മൾ ഏതെങ്കിലും ഒരു വീഡിയോയുടെ താഴെ കുറച്ച് കമൻറ്റുകൾ കണ്ടെന്ന് പറഞ്ഞ് നമുക്ക് നമ്മുടെ ആഗ്രഹം താല്പര്യം ഉണ്ടെങ്കിൽ അത് കളയേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ നിങ്ങൾ പഠിച്ചോളുക. കിട്ടുമോ കിട്ടില്ല എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ്. നിങ്ങൾക്ക് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹമുണ്ട്, ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ട് നിങ്ങൾക്ക് അറിയാം, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പോയി അവിടെ ചേർന്നുകൊള്ളുക, പഠിച്ചു തുടങ്ങിക്കൊള്ളുക. നമ്മൾ കോഴ്സ് എടുക്കുന്നതിന് മുമ്പ് തന്നെ, അതായത് നമ്മൾ ചെന്ന് കയറുന്നതിന് മുമ്പ് തന്നെ തോക്കുമെന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. നിങ്ങൾ ലാംഗ്വേജ് പഠിച്ചൊന്ന് നോക്കുക. ഈ ജർമ്മൻ ലാംഗ്വേജ് ഞാൻ എല്ലാ വീഡിയോയിലും തന്നെ പറയുന്നതാണ്, ജർമ്മൻ ലാംഗ്വേജ് അത്യാവശ്യം നല്ല ബുദ്ധിമുട്ടുള്ളൊരു ഭാഷയാണ്. നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ നമ്മുടെ ടൈമും ഇതിനു വേണ്ടി നമ്മൾ കളയേണ്ടി വരും. അതല്ലാതെ നമ്മൾ പെട്ടെന്ന് ഈ ലാംഗ്വേജ് ക്യാച്ച് ചെയ്യാനുള്ള വഴികളുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. ഇതിൻ്റെതായിട്ടുള്ളൊരു ടൈമുണ്ട്. അപ്പോൾ ആ ടൈം നമ്മൾ എന്താണെങ്കിലും ഇതിനു വേണ്ടി കൊടുക്കേണ്ടി വരും. കഴിഞ്ഞ വീഡിയോയുടെ താഴെ മെയിനായിട്ട് വന്നിട്ടുള്ള കമൻറ്റുകളിൽ ഒന്നായിരുന്നു ലാംഗ്വേജ് ഇതുപോലെ ആൾക്കാർ നിർത്തി പോകുന്നത്. അവർ പൈസ കൊടുത്ത് ലാംഗ്വേജ് B1 വരെ അല്ലെങ്കിൽ A2 വരെയൊക്കെ പഠിക്കും, അത് കഴിഞ്ഞ് മുമ്പോട്ട് പോകാൻ താല്പര്യമില്ല അല്ലെങ്കിൽ പറ്റുന്നില്ല എന്ന് കാണുമ്പോഴത്തേക്കും ലാംഗ്വേജ് നിർത്തി പോവുകയാണ് കേട്ടോ. പിന്നെ വേറെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരുടെ മക്കളൊക്കെ വേറെ രാജ്യത്തേക്ക് പോകുന്നുള്ളത്. ഇവിടെ ലാംഗ്വേജ് ഒക്കെ പഠിച്ച് എഴുതി നോക്കി, പക്ഷെ കിട്ടാതെ വന്നപ്പോഴത്തേക്കും അവരെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ രാജ്യത്തേക്ക് പോയി. അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമാണ്. നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമില്ലെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് നിർത്താം, വേറെ കോഴ്സ് എടുത്ത് പോകാം. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അറിയാൻ സാധിച്ചത് ആൾക്കാർ കമൻറ്റ് ചെയ്തുകൊണ്ട് മാത്രമാണ്. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. കാരണം ഈ കമൻറ്റ് ചെയ്യാതെ നമ്മൾ നമ്മുടെ മനസ്സിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് ആർക്കും അറിയാൻ വേണ്ടി പറ്റില്ല. ഞാൻ ആ വീഡിയോയിൽ ആൾക്കാരോട് കമൻറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്താണ് നിങ്ങൾ അതുപോലെ തന്നെ അനുസരിച്ച് കുറേ ആൾക്കാരുടെ പലതരത്തിലുള്ള എക്സ്പീരിയൻസും അതിൽ കാണാൻ വേണ്ടി പറ്റി, അതെല്ലാം വായിച്ചറിയാനും പറ്റി. ഇഷ്ടം പോലെ കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു, എല്ലാം തന്നെ ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ആരുടെയിലൊക്കെ കമൻറ്റ് കണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഈ ലാംഗ്വേജിന് പോകാതിരിക്കേണ്ട ഒരു കാര്യമില്ല. ഇപ്പം ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലുമാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾ ഓർത്തിരുന്നുകൊള്ളുക, നിങ്ങൾ എവിടെയോ കമൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സോ ആരിലൊക്കെ പറഞ്ഞു അവർ ശ്രമിച്ചു അവർക്ക് കിട്ടിയില്ല എന്ന് ഓർത്ത് നിങ്ങൾ പോകാതിരിക്കേണ്ട. എല്ലാവർക്കും പല രീതിയിലായിരിക്കും ഇതിൻ്റെ ഒരു ലാംഗ്വേജ് കിട്ടുന്ന ഒരു ഇതെന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ടിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ എല്ലാ മൊഡ്യൂൾസും കിട്ടി, നിങ്ങൾക്ക് 2 കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് നിങ്ങൾ അവിടെ നിർത്തേണ്ട കാര്യമില്ല. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്യുന്ന കാര്യം പറയുമ്പോഴാണ്
വേറൊരു കാര്യം ഓർമ്മ വന്നത്, ഇതേ വീഡിയോയുടെ താഴെ വന്നിട്ടുള്ള കുറച്ച് കമൻറ്റുകളായിരുന്നു. ചിലവരുടെ ചില സ്റ്റുഡൻസിന് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ കിട്ടുന്നുണ്ട്, ഇപ്പോഴും കിട്ടുന്നുണ്ട്, ബാക്കിയുള്ളവർക്ക് കിട്ടുന്നില്ല. അത് എന്താണ്, ചിലവർക്ക് ഐക്യു കുറഞ്ഞിട്ടാണ്, പഠിക്കാത്തതുകൊണ്ടാണ്, അങ്ങനെയുള്ള കമൻറ്റുകളൊക്കെ ഞാൻ കണ്ടു. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. കാരണം എത്ര പഠിച്ചിട്ട് പോയി കഴിഞ്ഞാലും ചില സമയത്ത് എക്സാമുകൾ കിട്ടാറില്ല. അതിന് നിങ്ങൾ സമ്മതിച്ചാലും ഇല്ലെങ്കിലും അത് എൻ്റെ ഒപ്പീനിയനാണ് കേട്ടോ. അതങ്ങനെ തന്നെയാണ്. നമ്മൾ വളരെ കഷ്ടപ്പെട്ട് പോയായിരിക്കും എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. പക്ഷേ റിസൾട്ട് വരുമ്പം എന്താണെന്നറിയില്ല, നമുക്ക് പാസ്സാവുന്ന മാർക്ക് കിട്ടുന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റ് അറിയില്ല. അതിനെക്കുറിച്ചിട്ടായിരുന്നു നമ്മൾ ലാസ്റ്റത്തെ വീഡിയോ ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അതൊന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാനുള്ള താല്പര്യം എനിക്കില്ല. അപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞൊരു കാര്യം മാത്രം ഓർത്തിരുന്നാൽ മതി. നിങ്ങൾ താല്പര്യം ഉണ്ടെങ്കിൽ പോയി പഠിച്ചോളുക. എക്സാമിൻ്റെ റിസൾട്ട് ഓർത്ത് നിങ്ങൾ ഇപ്പോഴേ എന്താണ് ലാംഗ്വേജ് പഠിക്കാതിരിക്കേണ്ട. ലാംഗ്വേജ് പഠിച്ച് B2 ആകുമ്പോഴാണ് നിങ്ങൾ എക്സാമിന് അറ്റൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുവരെ നിങ്ങൾ നന്നായിട്ട് അത്യാവശ്യം നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ച് എല്ലാം ഓക്കെ ആക്കി ലാംഗ്വേജിനൊക്കെ പ്രിപ്പയർ ചെയ്ത് എക്സാം പ്രിപ്പറേഷൻ പ്രോപ്പറായിട്ട് നടത്തിയിട്ട് പോയി എഴുതി നോക്കുക. ചിലപ്പോൾ ഫസ്റ്റ് അറ്റംപ്റ്റിൽ നമുക്ക് കിട്ടിയില്ലെന്നിരിക്കും. അപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലും ഡേറ്റ് എടുത്ത് ഒന്നുകൂടെയൊക്കെ എഴുതാൻ നോക്കുക. ഇതിൽ വേറൊരു പ്രശ്നമെന്ന് പറയുന്നത് പൈസയാണ്. ഏകദേശം നല്ല പൈസയാണ് ഇപ്പോൾ ഗോയത്തെ എക്സാമിനൊക്കെ. അപ്പം ഇനി നിങ്ങൾക്ക് അത്രയും പൈസ അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ടെൽക്ക് നോക്കാവുന്നതാണ്. ഇവിടെ ടെൽക്കും വാലിഡ് ആണ്. അപ്പോൾ ടെൽക്ക് എക്സാം എഴുതിയാലും നിങ്ങൾക്ക് ജർമ്മനിയിൽ വന്ന് പഠിക്കാൻ വേണ്ടി സാധിക്കും. ഗോയത്തയുടെ അത്രയും പൈസ ടെൽക്കിനില്ല. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ടെൽക്ക് എക്സാമും എഴുതുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതും കൂടെ നിങ്ങൾ നോക്കിക്കോളുക. ഗോയത്തെ മാത്രമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്ന് ഒരിക്കലും പറയില്ല. ടെൽക്ക് എഴുതാനുള്ള ഓപ്ഷൻ ഉണ്ട്, നമ്മുടെ നാട്ടിൽ സെൻറ്റേഴ്സും ഉണ്ട്. അപ്പോൾ ടെൽക്കിനും കൂടെ വേണ്ടി നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ പ്രിപ്പയർ ചെയ്തോളുക. ഏത് എഴുതിയാലും നമുക്ക് ഇവിടെ വന്നിട്ട് പഠിക്കാൻ വേണ്ടി പറ്റും. ഈ വീഡിയോ ഇനിയും വലിച്ചു നീട്ടണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല. എനിക്ക് പറയാനുള്ള കാര്യം ഇത്ര ഉള്ളായിരുന്നു. നിങ്ങൾ ആരെങ്കിലും പറയുന്നത് കേട്ടിട്ട് ഈ ലാംഗ്വേജ് പഠിക്കാതിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ പോയി പഠിച്ചോളുക, ആരും നോക്കണ്ട. ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ നമ്മുടെ നാട്ടിലുണ്ട്. നിങ്ങൾക്ക് ബെറ്റർ ആണെന്ന് തോന്നുന്നത് എവിടെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പഠിച്ചിടത്താണെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിട്ട് അവിടെ പോയി പഠിച്ചു തുടങ്ങിക്കോളുക. നിങ്ങളും കൂടെ അത്യാവശ്യം നല്ല രീതിയിൽ എഫേർട്ട് ഇട്ടിട്ട് വരും. നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് മാത്രം പാസ്സാവുമെന്ന് ഞാൻ ഒരിക്കലും സമ്മതിക്കില്ല മീൻസ് അത് ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നമ്മളും കൂടെ അത്യാവശ്യം നന്നായിട്ട് പഠിക്കേണ്ടി വരും. ഇല്ല ലാംഗ്വേജ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയിട്ട് നിങ്ങൾ പഠിച്ചുകൊള്ളുക. റിസൾട്ടൊക്കെ എന്തായിക്കോട്ടെ നിങ്ങൾ ഇപ്പോഴേ നോക്കണ്ട. ഈ ഒരു കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോളുക. നിങ്ങൾ ജസ്റ്റ് പോയി പഠിച്ചുകൊള്ളുക. ആര് പറയുന്നത് നിങ്ങൾ കേൾക്കേണ്ട കാര്യമില്ല. ലാംഗ്വേജിൻ്റെ ഒരു കേസ് അങ്ങനെയാണ്. നമ്മൾ എത്രത്തോളം കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാലും ചില സമയത്ത് കിട്ടാനുള്ള ചാൻസ് ഇല്ല. അപ്പം പിന്നെ അത് പരിശ്രമിക്കാന്നുള്ളതാണ് ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ലാംഗ്വേജ് ഒക്കെ പഠിച്ചു തുടങ്ങുന്നവരെ എങ്ങനെയാലും B2 വരെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. എങ്ങനെയാണെങ്കിലും നമ്മൾ ഇതിൽ കുറച്ച് പൈസ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പോൾ നിങ്ങൾ A1 A2 ഒക്കെ നിർത്തിയിട്ട് പോകുന്നതിൽ നല്ലത് എങ്ങനെയാലും നിങ്ങൾ B2 വരെ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. വെറുതെ ഇടയ്ക്ക് വെച്ചിട്ട് അത്രയും പൈസ കളയാതെ അത് ഫുള്ളായിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക കേട്ടോ. ഇന്നത്തെ വീഡിയോയിലൂടെ ഒരു ചെറിയ മെസ്സേജ് പാസ് ചെയ്യണമെന്നാണ് ആഗ്രഹിച്ചത്. അതെല്ലാവരിലേക്കും കറക്റ്റായിട്ട് തന്നെയാണ് എത്തിയിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് ജർമ്മനിയെ കുറിച്ചിട്ട് കൂടുതലൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് മെസ്സേജ് അയയ്ക്കുക. ഞാൻ പറ്റുന്ന രീതിയിൽ ആ വീഡിയോസ് ചെയ്യാൻ വേണ്ടി നോക്കുന്നതായിരിക്കും. അപ്പോൾ അത്രയും പറഞ്ഞുകൊണ്ട് വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.